ബഹുമാന്യനായ ഡോക്ടർ ഒ ജെ ജോൺസൺ മലയാള ഭാഷാ പഠനങ്ങൾ എന്നുള്ള പുസ്തകം പ്രകാശനം ചെയ്യുക എന്നുള്ള ഉദ്യമത്തിലേക്കാണ് ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. പ്രിയ ജോൺ സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ട് ചില സമയങ്ങൾ ആയിരിക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്നാണ് ഞാൻ സാറിനെ കാണുന്നത്. എങ്കിലും സാറിൻ്റെ ആ മലയാള ഭാഷയോടുള്ള പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷ, ഹീബ്രു ഭാഷയിലൊക്കെയുള്ള പാണ്ഡിത്യത്തെക്കുറിച്ച് അന്ന് എനിക്ക് ചെറിയ ധാരണകൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും താൻ ഏതാണ്ട് 65 പുസ്തകങ്ങളോളം താൻ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചപ്പോൾ താൻ ഭാഷയിൽ എത്രമാത്രം അഗാധമായ പാണ്ഡിത്യവും ബൈബിളിൽ എത്രമാത്രം അഗാധമായ അറിവൊക്കെ ഉണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ വിസ്മയിച്ചു പോകുന്നു. മലയാള ഭാഷയ്ക്ക് ഈ മലയാള ഭാഷാ പഠനങ്ങൾ എന്ന പുസ്തകം വളരെ അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തന്നെയല്ല, സ്വർഗത്തിലെ ദൈവം ഈ പ്രിയ സാറിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതമായ കഴിവുകൾ അത് വരും ദിവസങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹമായിട്ട് മലയാള ഭാഷയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രത്യാശയും പ്രാർത്ഥനയും കൊണ്ട് ഈ പുസ്തകം പ്രകാശിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എഴുതിയ 3-4 പുസ്തകം എൻ്റെ കൈവശമുണ്ട്. അത് വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാം. മിക്കവാറും ഈ അടുത്ത പുസ്തകം അടുത്ത മാസം തന്നെ പുറത്തു വരും. എൻ്റെ പരിപാടി എഴുത്താണ് കൂടുതലും. അപ്പോൾ നിങ്ങൾ കുറേ വായനക്കാർ ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ആളുകൾ എഴുതി വരും. വേർപാടുകാരുടെ കൂട്ടത്തിൽ വായന കുറഞ്ഞു വരികയാണ്. അതുണ്ടാകാതിരിക്കാൻ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ സഹായിക്കും എന്ന് കരുതുകയാണ്. ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള പുസ്തകം എഴുതാൻ തന്നെ കാരണം, ഞങ്ങൾ പല സെമിനാറുകൾ നടത്തി സാഹിത്യ സംബന്ധമായ വിഷയം ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ ഇടയിൽ ധാരാളം ഈ പ്രമാദം, തെറ്റായിട്ടുള്ള പ്രയോഗങ്ങൾ ചിരിച്ചിട്ടുണ്ട്. വരുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു, ആവശ്യമില്ലാത്ത പദകങ്ങൾ ഉപയോഗിക്കുക, കാണപ്പെട്ട, എഴുതപ്പെട്ട, ഇങ്ങനെ ഒത്തിരി പെട്ട ചെയ്ങ്ങി പോവുക. ഈ മലയാള ഭാഷയെ ഗ്രാമർ അറിയാത്ത ആളുകളാണ് മഹാഭൂരിപക്ഷവും എന്നെനിക്ക് മനസ്സിലായി. ഇപ്പോൾ പാസീവ് സെൻറ്റൻസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പാസീവ് സെൻറ്റൻസ് ഈ സബ്ജക്റ്റിൻ്റെ അസാന്നിധ്യത്തിൽ മലയാളത്തിൽ പാസീവ് സെൻറ്റൻസ് ഉപയോഗിക്കാം. പക്ഷേ പാസ്റ്റർമാരും സുവിശേഷകന്മാരും എല്ലാം ആവശ്യമില്ലാതെ പാസീവ് സെൻറ്റൻസ് പറയുക. ഇപ്പോൾ ഈ കേട്ട വചനം എന്ന് പറയുന്നതിന് കേൾക്കപ്പെട്ട വചനം വേണ്ട, കേട്ട വചനം, ശ്രദ്ധിച്ച വചനം. അപ്പോൾ പെട്ട അവിടെ വേണ്ട. അപ്പോൾ അതുപോലെയുള്ള തെറ്റുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. സാഹിത്യ പ്രവർത്തകന്മാരെ, എഴുത്തുകാരുടെ തന്നെ ഇപ്പോൾ ബൈബിളിലുണ്ട് കൂട്ടായ്മ, അല്ലെങ്കിൽ കൂട്ടായ്മയല്ല, ഐക്യത എന്നൊരു പദം മലയാളത്തിലില്ല, ബൈബിളിലുണ്ട്. പ്രാധാന്യത ഇല്ല, വേഗത ഇല്ല. അപ്പം ഇതുപോലുള്ള പദങ്ങൾ പ്രസംഗികർ മനസ്സിലാക്കണമെങ്കിൽ ഭാഷാ പഠനം ആവശ്യമാണ്. അതുകൊണ്ടായി ഗ്രാമർ പുസ്തകം എഴുതി. എൻ്റെ 3ാമത്തെ ഗ്രാമർ പുസ്തകമാണ് ഇത്. ഇനി അടുത്തതായിട്ട് ഗ്രീക്ക് ഗ്രാമറും ഹീബ്രു ഗ്രാമറും പുറത്തു വരും. ഹീബ്രുവിൻ്റെയും ഗ്രീക്കിൻ്റെയും ഡിക്ഷണറിയും പുറത്തു വരും. അത് സമാപനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുസ്തകം എഴുതാൻ കാരണം തന്നെ അതിനൊരു അവയർനെസ്, അവബോധം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ വായിക്കുക. ഞങ്ങളെപ്പോലെ എഴുത്തുകാർ മുന്നോട്ട് വരട്ടെ. ഒട്ടേറെ എഴുത്തുകാരെ സംഭാവന ചെയ്ത ആ പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ആളുകൾ മുന്നോട്ട് വരണം. അതിനുവേണ്ടി നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണെന്ന് ഉത്ബോധിപ്പിക്കുന്നു. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഇതാണ് ഏറ്റവും പര്യാപ്തമായ സമയം എന്നുള്ള ബോധ്യതയിലാണ് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ഒ ജെ ജോൺ സാറ് നാളുകൾക്ക് മുമ്പ് 3 വാല്യങ്ങളിൽ സങ്കീർത്തനങ്ങളെ സംബന്ധിച്ച് ഇരുത്തം വന്ന വളരെ ചടുലമായ ശൈലിയിൽ മധുരമനോജ്ഞസമായൊരു ഗ്രന്ഥം ഇറക്കുകയുണ്ടായി. എന്നാൽ അത് A4 സൈസിൽ വലിപ്പപ്പെടുത്തി കുറേ കൂടെ വിപുലീകരിച്ച് അതിൻ്റെ ഭാഷാശൈലി നല്ലതാണ്, ആസ്വാദ്യകരമാണ്, ഒഴുക്കോടെ മുന്നോട്ട് പോകാനും സാധിക്കും. അതിലുപരി നല്ല നല്ല പ്രഭാഷണങ്ങൾക്കും പഠന വിഷയങ്ങൾക്കും വേണ്ടുവോളം
മേച്ചൽപ്പുറമായി അത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇത് ക്രിസ്ത്യൻ ബുക്ക് ക്ലബ് എന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ പുതുതായി ഇറക്കാൻ പോകുന്നത്. ഈ മാർച്ച് മാസം ഒടുവിലത്തെ ആഴ്ചയിൽ മിക്കവാറും കല്ലിശ്ശേരിയിൽ വെച്ച് ആ പുസ്തക പ്രകാശനം ഉണ്ടായിരിക്കും. ഏതാണ്ട് 1300 പേജുകളുള്ള A4 സൈസിലെ വലിയ അക്ഷരത്തിൽ ഒറ്റ വോളിയമായിട്ട് ലഭിക്കും. അന്ന് അതിന് 1500 രൂപയായിരിക്കും മുഖവില. എന്നാൽ ഇപ്പോൾ ഫെബ്രുവരി അവസാനം വരെ 800 രൂപയ്ക്ക് ബുക്ക് ചെയ്യാം. പോസ്റ്റേജിൽ വേണ്ടവർക്ക് മാത്രം 50 രൂപയും കൂടെ കൂടുതൽ കൊടുത്താൽ മതിയാവും. ഈ പുസ്തകം പുതുതായി പബ്ലിഷ് ചെയ്യുന്ന സഹോദരൻ ശ്രീ ജോസ് മാത്യു ഹാത്തോജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ബ്രോഷേഴ്സുമുണ്ട്. ഈ പുസ്തകം സ്വന്തമാക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഒരു 300 രൂപയെങ്കിലും വില വരുന്ന മറ്റൊരു പുസ്തകം സൗജന്യമായി ലഭിക്കുകയും ചെയ്യും. ഈ കാര്യം സാന്ദർഭികമായി ജോൺ സാർ എഴുന്നേറ്റ് ഈ മലയാള വ്യാകരണ പുസ്തകം പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ അതോട് ചേർന്ന് പറയാൻ നിർബന്ധിതനായി എന്നേ ഉള്ളൂ. സഹകരിക്കുക. അധ്യക്ഷന് നന്ദി.